വാഷിംഗ് മെഷീൻ്റെ ഉണക്കുന്ന, അതായത് സ്പിന്നിൻ്റെ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ ഡ്രസ്സ് കുടുങ്ങി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. ചിലത് കൈകൊണ്ട് ഇങ്ങനെ സൈഡിലേക്ക് ആക്കി പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും. എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് ജസ്റ്റ് വളച്ചു കൊടുത്തിട്ട് എടുത്തെടുക്കാൻ പറ്റും. പിന്നെ മറ്റ് ചില മോഡൽ, ഇതിപ്പോൾ ഈ LGൻ്റെ ഇതുപോലൊക്കെയുള്ള മോഡലുണ്ട്. LG ചില മോഡലിൻ്റെയൊക്കെ ഗോദ്രേജ്, അതിനൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഈ വക്ക് കണ്ട, ഇവിടെ എന്തെങ്കിലും പരന്ന സാധനം ഇട്ടിട്ടൊന്ന് പൊന്തിക്കുക. അപ്പോൾ ഈ ഒരു പാർട്ട് എടുക്കും. ഇനി ഈസി ആയിട്ട് ഇതിൽ കുടുങ്ങിയ സാധനം എടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് നോക്കണം. അതായത് ഇതിൻ്റെ അടിഭാഗങ്ങളിൽ, ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഒന്ന് കയ്യിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ എപ്പോഴും വാഷിംഗ് മെഷീൻ്റെ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഉണക്കുന്ന വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗമാണ്. ഇവിടെ ഡ്രസ്സ് എന്തെങ്കിലും കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ, ചെറിയ ഡ്രസ്സോ ചെറിയ എന്തെങ്കിലും ചെറിയ അണ്ടർവെയറുകളൊക്കെ, ഇവിടെ സോക്സ്, മാസ്ക് ഒക്കെ ഇവിടെ അടഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് പുറത്തേക്ക് വെള്ളം പോകാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ലെവലിൻ്റെ മുകളിലേക്ക് വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം പൊന്തിക്കഴിഞ്ഞാൽ ഇത് വഴി, ഇതിൻ്റെ ഷാഫ്റ്റാണ്, ഈ ഷാഫ്റ്റ് വഴി താഴത്തേക്ക് വളർന്നു. താഴത്തേക്ക് വളർത്തിന് നേരെ താഴെയാണ് മോട്ടർ, ഇതിൻ്റെ സ്പിന്നിൻ്റെ മോട്ടർ. പിന്നെ അതുപോലെ തന്നെ ഈ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്പിൻ ബെല്ലോ എന്ന് പറയും. ഈ വാഷർ പൊട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ ഉണക്കണ മോട്ടറിലേക്ക് വെള്ളം ഇറങ്ങാനും ഉണക്കണ മോട്ടർ പോകാനും സാധ്യത കൂടുതലാണ്. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇതിന് ഷെയ്ക്ക് കൂടുക, ടെക് ടെക് ടെക്ക് ഇങ്ങനെ അടിക്കുക, അങ്ങനെയൊക്കെയുള്ള സിംറ്റംസ് കാണിക്കും. ആ സമയത്ത് തന്നെ നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ സ്പിൻ ബെല്ലോന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. അത് സ്പിൻ ബെല്ലോ മാറ്റാനായിട്ടുണ്ട്. കാരണം ഇത്ര ഷെയ്ക്ക് വരില്ല. അപ്പോൾ ഇനി അത് കഴിഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്യുന്നത് ഇതാ. ആദ്യം ഈ 2 ലോക്ക്, ഇവിടെ ഒരു ലോക്ക്, ഇവിടെ ഒരു ലോക്ക്, ഈ ലോക്കിൻ്റെ ഭാഗം കണ്ടത് ഇവിടെ ഈ 2 ലോക്ക്, ഇവിടെ ഒരു സെൻറ്ററിലുള്ള ലോക്ക്, അതിലേക്ക് ഇത് കറക്റ്റാണ് ഇറക്കി വെക്കുക. എന്നിട്ട് സൈഡിലുള്ള ലോക്കുകൾ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇത് തുറന്നേക്കണേ, ഈ സാധനം തുറന്നേക്കണം, അടിച്ചു കൊടുക്കുക. ഇത് പുറത്തേക്ക് തള്ളിക്കണ ഭാഗം കൈ കൊണ്ടുണ്ടാക്കിയിട്ട് സെറ്റ്. ഓക്കെ.